exercise question number 54 from the chapter Retirement of a Partner. Suraj, Pavan and Kamal are partners in a firm sharing profits and losses in the ratio of 3:2:1. ഇതാണ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പവൻ ഇസ് റിട്ടയറിംഗ് ആൻഡ് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് റിവാലുവേഷൻ അക്കൗണ്ട്. ഫസ്റ്റ് വൺ, provision for doubtful debt be raised by 1000. Provision for doubtful debt വാല്യൂ 3000 ആണ്. അത് 1000 ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ്. 1000 ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അക്കൗണ്ട് വാല്യൂ ഇസ് 1000. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് ടു ബി റെഡ്യൂസ്ഡ് ബൈ 10% ആൻഡ് ഫർണിച്ചർ ബൈ 5%. സ്റ്റോക്കിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ 18,000 സ്റ്റോക്ക് ഈസ് റെഡ്യൂസിങ്. സ്റ്റോക്കിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യാണ് ബൈ 10%. സോ ദ വാല്യൂ ഈസ് 10% of 18,000 which is 1,800. സ്റ്റോക്ക് അസറ്റ് ആണ്. അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുക. ടു സ്റ്റോക്ക് അക്കൗണ്ട് 1,800. നെക്സ്റ്റ് വൺ, ഫർണിച്ചർ ബൈ 5%. ഫർണിച്ചറിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ 30,000 ആണ്. അതും റെഡ്യൂസ് ചെയ്യാണ് ബൈ 5%. 30,000ന്റെ 5% is 1,500. ഫർണിച്ചർ അസറ്റ് ആണ്. അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ വരും. ടു ഫർണിച്ചർ അക്കൗണ്ട് 1,500. Next one, there is an outstanding claim of damages of 1,100 and it is to be provided for. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ഓഫ് ഡാമേജസ് എന്ന് പറയുമ്പം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വിച്ച് ഇസ് എ ലയബിലിറ്റി. അപ്പം അൺറെക്കോർഡ് ലയബിലിറ്റി ആണത്. അത് റെക്കോർഡ് ചെയ്തിട്ടില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യണം. അൺറെക്കോർഡ് ലയബിലിറ്റി റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. സോ ടു ഔട്ട്സ്റ്റാൻഡിങ് ഡാമേജ് ക്ലെയിം അക്കൗണ്ട് 1,100 ആണ് വാല്യൂ. ഓക്കെ, അടുത്തത് ക്രെഡിറ്റേഴ്സ് വിൽ ബി റിട്ടേൺ ബാക്ക് ബൈ 6,000. ക്രെഡിറ്റേഴ്സ് വർത്ത് 6,000 റിട്ടേൺ ബാക്ക് ചെയ്യാണ്. എന്ന് വെച്ചാൽ ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ 46,000 ആണ്. അതിൽ 6,000 റിട്ടേൺ ബാക്ക് ചെയ്യാണ്. ഇനി നമ്മൾ 6,000 പേ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എഴുതി തള്ളാണ്. അപ്പം ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാണ്. ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുമ്പം അത് റിവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരാം. ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് 6,000. ഇവിടെ ഈ 6,000 നമ്മൾ പേ ചെയ്യുന്നില്ല, റിട്ടേൺ ബാക്ക് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എഴുതി തള്ളാണ്. ഇനി 6,000 നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗുഡ്വിൽ ഓഫ് ദ ഫേം ഇസ് വാല്യൂഡ് അറ്റ് 22,000. അത് റിവാലുവേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല. നെക്സ്റ്റ്, പവൻ ഇസ് പെയ്ഡ്. ഓക്കെ, റിവാലുവേഷൻ അക്കൗണ്ടിൽ ഇനിയൊന്നും റെക്കോർഡ് ചെയ്യാനില്ല. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. 6,000 and here it is 5,400. അപ്പം 600ന്റെ ഡിഫറൻസ് ഡെബിറ്റ് സൈഡിൽ. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിവാലുവേഷൻ സൈഡ്, റിവാലുവേഷന്റെ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിലാണ് വരുന്നുണ്ട്. അത് റിവാലുവേഷൻ പ്രോഫിറ്റ് ആണ്, ഗെയിൻ ആണ്. അത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. പാർട്ട്നേഴ്സ് ആർ സൂരജ്, പവൻ ആൻഡ് കമൽ. 600 ഓൾഡ് റേഷ്യോയിൽ 3:2:1 എന്ന റേഷ്യോയിലാണ് ഈ 600 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്. 300, 200 and 100. റിവാലുവേഷൻ കഴിഞ്ഞു. റിവാലുവേഷൻ പ്രോഫിറ്റ് ആണുള്ളത്. ഇത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി നെക്സ്റ്റ് വൺ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് വൺ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽസ് തന്നിട്ടുണ്ട്. അതാണ് ഓപ്പണിംഗ് ബാലൻസ്. ഇറ്റ് വിൽ ബി ബൈ ബാലൻസ് ബോട്ട് ഡൗൺ
സൂരജിൻ്റെത് 40,000, പവൻ 40,000 ആൻഡ് കമൽ 30,000. നെക്സ്റ്റ് വൺ റീവാലുവേഷൻ പ്രോഫിറ്റ്. റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് വന്നത്. അപ്പം പാർട്ട്നേഴ്സിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് അത് റെക്കോർഡ് ചെയ്യുക. ബൈ റീവാലുവേഷൻ അക്കൗണ്ട്, റിവാലുവേഷൻ പ്രോഫിറ്റ്. സൂരജ് 300, പവൻ 200 ആൻഡ് കമൽ 100. ഇതിന്റെ ജേർണൽ എൻട്രി റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവും അസറ്റ് സൈഡിൽ ഗുഡ് വില്ലും ഉണ്ട്. എപ്പോഴും അത് ചെക്ക് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ജനറൽ റിസർവ്, ഗുഡ് വിൽ, അഡ്വർടൈസ്മെന്റ്, സസ്പെൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം. അപ്പം ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവും അസറ്റ് സൈഡിൽ ഗുഡ് വില്ലും ഉണ്ട്. രണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ജനറൽ റിസർവിന്റെ വാല്യൂ 12,000 ആണ്. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. 6,000 4,000 into 1/6, അപ്പം 2,000. അപ്പം ജനറൽ റിസർവിന്റെ ജേർണൽ എൻട്രി വരെ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സോ ക്രെഡിറ്റ് സൈഡിൽ ബൈ ജനറൽ റിസർവ് അക്കൗണ്ട്. സൂരജ് 6,000, പവൻ 4,000 and കമൽ 2,000. നെക്സ്റ്റ് ഗുഡ് വില്ലിന്റെ വാല്യൂ 10,000 ആണ്. ഇത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി 5,000 സൂരജ്, പവന് 3,333 and കമൽ 1,667. ഓക്കെ, എക്സിസ്റ്റിംഗ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. അതിന്റെ ജേർണൽ എൻട്രി വരല് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. അപ്പം ഡെബിറ്റ് സൈഡിൽ ടു ഗുഡ് വിൽ അക്കൗണ്ട് 5,000, 3,333 and 1,667. ബാലൻസ് ഷീറ്റിൽ ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനില്ല. നെക്സ്റ്റ് വൺ, ഫിഫ്ത് വൺ. ഗുഡ് വിൽ ഓഫ് ദ ഫേം ഇസ് വാല്യൂഡ് അറ്റ് 22,000. ഗുഡ്വിൽ ഓഫ് ദ ഫേം ഇസ് 22,000. ഇത് ആദ്യം റിട്ടയറിംഗ് പാർട്ട്ണർ ഉണ്ട് പവന്റെ ഷെയർ കണ്ടുപിടിക്കണം. 22,000 multiplied by പവന്റെ ഷെയർ is 2/6. It is 7,333. ഈ 7,333 ഒരു ഗെയിനിങ് പാർട്ട്നേഴ്സ്, അതായത് സൂരജും കമലും ഗെയിനിങ് റേഷ്യോയില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഗെയിനിങ് റേഷ്യോനെ പറ്റി ക്വസ്റ്റ്യനിൽ എവിടെയും തന്നിട്ടില്ല. അപ്പം ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ ആയിട്ട് എടുക്കും. അപ്പം ഈ എമൗണ്ട് 7,333 3:1 റേഷ്യോയില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 5,500 and കമൽ 1,833. റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന് ഗെയിനിങ് പാർട്ട്നേഴ്സ് ഗുഡ്വില്ലിന്റെ ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ജേർണൽ എൻട്രി വരാം ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ ഗെയിനിങ് പാർട്ട്നേഴ്സ് സൂരജും കമലുമാണ്. സൂരജ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, കമൽസ് capital account debit to Pawan's capital account. Suraj is contributing 5,500. Kamal is contributing 1,833. So total 7,333. ഇത് പവന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും സൂരജിന്റെ കമലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. സോ പവന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സൂരജും കമലും ക്രെഡിറ്റ് ആവും ബൈ സൂരജ് capital account and by Kamal's capital account. 5,500 and 8,833. ഇത് പവന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എമൗണ്ട് വരാം. ഇനി അതുമാതിരി സൂരജിന്റെ കമലിനും ക്യാപിറ്റൽ അക്കൗണ്ടിൽ പവന് ഡെബിറ്റ് ചെയ്യണം ടു പവൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് സൂരജിന്റെയും കമലിന്റെയും ക്യാപിറ്റലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്.
ഓക്കെ. സോ ഗുഡ്വില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഈ നെക്സ്റ്റ് വൺ, Pavan is paid in full with the cash brought in by Suraj and Kamal in such a manner that their capitals are in proportion to their profit sharing ratio and cash in hand remains 10,000. അപ്പം റിട്ടയറിംഗ് പാർട്ണറായ പവന് അയാളുടെ ക്യാപിറ്റലിന്റെ ഷെയറും പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ് അതിന്റെ ഷെയറും കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സായ സൂരജും കമലും പേ ഓഫ് ചെയ്യാണ്. അപ്പം അവര് ക്യാഷ് കൊണ്ടുവരാണ്. മാത്രമല്ല ക്യാഷ് ഇൻ ഹാൻഡ് ഷുഡ് റിമെയിൻ 10,000. മിനിമം ക്യാഷ് ബാലൻസ് 10,000 കീപ്പ് ചെയ്യും വേണം. സോ അതിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെ വരാൻ നോക്കാം. അതിന് ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം. സ്റ്റെപ്പ് 1 is കമലിന്റെയും സൂരജിന്റെയും കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്റെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ. സൂരജിന്റെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അയാളുടെ ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്തിട്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യണം. സോ 46,300 ക്രെഡിറ്റ് സൈഡിൽ മൈനസ് 10,500. So it will be 35,800. അതുമാതിരി കമലിന്റെ അയാളുടെ ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുക. 32,100 മൈനസ് ഡെബിറ്റ് സൈഡ്. സോ അയാളുടെ ഡെബിറ്റ് സൈഡ് വരുന്നത് 3,500. സോ ഡിഫറൻസ് ഇസ് 28,600. ഇതാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് റിമൈനിങ് പാർട്ട്നേഴ്സ്. അത് ടോട്ടൽ ചെയ്യണം. സോ ദ ടോട്ടൽ വിൽ ബി 64,400. ഈ ടോട്ടലിലേക്ക് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട്, പേ ഓഫ് ചെയ്യാനുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റെപ്പ് 2. അതും ഇതുമാതിരി ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് സബ്ട്രാക്ട് ചെയ്യണം. സോ ഇവിടുത്തെ ടോട്ടൽ 51,533. 51,533 minus this side 3,333. The amount 48,200. ഇതാണ് പവന് റിമൈനിങ് പാർട്ട്നേഴ്സ് പേ ചെയ്യേണ്ട എമൗണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. 48,200. $1,12,600. ഈ 48,000 ആണ് പവന് റിമൈനിങ് പാർട്ട്നേഴ്സ് കൊടുക്കേണ്ട പേ ചെയ്യേണ്ട എമൗണ്ട്. ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. പവന്റെ അക്കൗണ്ടിലേക്ക് ഇനിയൊന്നും റെക്കോർഡ് ചെയ്യാനില്ല. സോ ഈ പവന് നമുക്ക് ടോട്ടൽ ചെയ്യാം. ഡിഫറൻസ് വരുന്നത് 48,200. ദിസ് ഇസ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ടു പവൻ. അപ്പം അതിന്റെ ജേർണൽ എൻട്രി വരല് പവൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. പവന് പേ ചെയ്യാണ്. അതിന്റെ വാല്യൂസ് 48,200. സോ പവന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് ഡെബിറ്റ് ചെയ്യും ടു ക്യാഷ് അക്കൗണ്ട് 48,200. Step 3, minimum cash or bank balance to be maintained. മിനിമം അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് റിമെയിൻസ് അറ്റ് 10,000 എന്ന് ആ എമൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് ആഫ്റ്റർ ഓൾ ദ അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ അഡ്ജസ്റ്റ്മെന്റിന് ശേഷം പുതിയ ബാലൻസ് ഷീറ്റിൽ മിനിമം ക്യാഷ് ബാലൻസ് 10,000 ആയിരിക്കണം. ആ എമൗണ്ട് ആണിത്. അത് ആഡ് ചെയ്യണം. സോ 1,22,600. ഇതിലേക്ക് സ്റ്റെപ്പ് 4, എക്സിസ്റ്റിംഗ് ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് സബ്ട്രാക്ട് ചെയ്യണം. എക്സിസ്റ്റിംഗ് ക്യാഷ് ബാലൻസ് ഷീറ്റിലുണ്ട് 18,000. അതാണ് എക്സിസ്റ്റിംഗ് ക്യാഷ് ബാലൻസ്. അപ്പം
എക്സിസ്റ്റിംഗ് ക്യാഷ് ബാലൻസ് 18,000 ആണ് വരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് 18,000 എന്നാണ് വരിക. ക്യാഷ് ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ 18,000 നിന്നും ആ എമൗണ്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ നമ്പർ 53 ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, ക്രെഡിറ്റേഴ്സ് പേ ഓഫ് ചെയ്തതായിട്ട്. ക്രെഡിറ്റേഴ്സ് വെർ സെറ്റിൽഡ് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം ആ എമൗണ്ട് ക്യാഷ് ബാലൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് റിമൈനിങ് എമൗണ്ട് ആണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ക്രെഡിറ്റേഴ്സ് വെർ റിട്ടേൺ ബാക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മൾ എഴുതി തള്ളണം, നമ്മൾ പേ ചെയ്യില്ല. അതുകൊണ്ട് ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഡയറക്റ്റ് 18,000 ഇതിലേക്ക് എഴുതാം. സോ ഇനി ഇതിന്റെ ഡിഫറൻസ് ഇതാണ് ന്യൂ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം. ഓക്കെ, അപ്പം ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം ഇസ് 1,04,600. ഇത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ആയ സൂരജും കമലും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് എടുക്കല്. അപ്പം 1,04,600 3:1 റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ and 78,450. ഇതാണ് ന്യൂ ക്യാപിറ്റൽ ഓഫ് ദ പാർട്ട്നേഴ്സ്. അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽസ് 35,800 കമലിൻ്റെത് 28,600 ആണ്. ഓക്കെ, ഇനി പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ ഡെഫിസിറ്റ് ആണോ ക്യാപിറ്റൽ സർപ്ലസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. സൂരജിന്റെ ന്യൂ ക്യാപിറ്റൽ 78,450 ആയിരിക്കണം, പക്ഷെ അയാളുടെ അടുത്ത് കറന്റ് ക്യാപിറ്റൽ ആകെ 35,800 ഉള്ളൂ. സോ അയാൾ ക്യാഷ് കൊണ്ടുവരണം. 42,650 ഡെഫിസിറ്റ് ആണ് അയാൾക്കുള്ളത്. സോ അയാൾക്ക് ക്യാപിറ്റൽ ഡെഫിസിറ്റ് ആണ്. ഇനി കമലിന്റെ ക്യാപിറ്റൽ 26,150 ആണ് വേണ്ടത്, പക്ഷെ അയാൾക്ക് 28,600 ഉണ്ട്, അതായത് അയാൾക്ക് കൂടുതലുണ്ട്. 2,450 നെഗറ്റീവ് ബാലൻസ് ആണ് വന്നത്, അതായത് അയാൾക്ക് ക്യാപിറ്റൽ സർപ്ലസ് ആണ്. സോ അയാൾക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാം. ജേർണൽ എൻട്രീസ് എങ്ങനെ വരാൻ നോക്കാം. സൂരജ് ക്യാഷ് കൊണ്ടുവരണം. സോ ക്യാഷ് ഇസ് കമ്മിങ് ഇൻ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സൂരജ് capital account. Amount is 42,650. ഇനി കമൽ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. സോ കമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് വരുന്നത് 2,450 ആണ്. സൂരജിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യണം. സോ ബൈ ക്യാഷ് അക്കൗണ്ട് സൂരജ് 42,650. അതുമാതിരി കമലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷിന് ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് അക്കൗണ്ട് 2,450. ഇനി ഈ ന്യൂ ബാലൻസ്, ഈ ന്യൂ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കണം, അതായത് ടു ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് കാണിക്കണം. ഇതാണ് ക്ലോസിംഗ് ബാലൻസ്, ഇത് ഓപ്പണിംഗ് ബാലൻസ്. ഈ ക്ലോസിംഗ് ബാലൻസ് ന്യൂ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ആയിട്ട് ക്ലോസിംഗ് ബാലൻസ് ആണ് കാണിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ ബോത്ത് സൈഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ടായിരിക്കും വരാം. സൂരജിന്റെ ഡെബിറ്റ് സൈഡ് 88,950 ആണ്, അതുമാതിരി തന്നെ ക്രെഡിറ്റ് സൈഡും 88,950 ആണ്. അതുമാതിരി കമലിന്റെ ബോത്ത് സൈഡ്സ് ആർ 32,100.
പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. Okay, let's prepare balance sheet of Suraj and Kamal as on 1st April 2025 after the retirement of Pavan. First one, cash in hand. പഴയ ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് വൺ ക്യാഷ് ആണ്. സോ ക്യാഷ് ഇൻ ഹാൻഡ് amount is 10,000. അഡ്ജസ്റ്റ്മെന്റിൽ സിക്സ്ത് വൺ അതിൽ പറയുന്നുണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് റിമെയിൻസ് അറ്റ് 10,000. അതായത് ന്യൂ ബാലൻസ് ഷീറ്റിൽ മിനിമം ക്യാഷ് ബാലൻസ് 10,000 ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ 25,000 ആണ്. അഡ്ജസ്റ്റ്മെന്റിൽ ഫസ്റ്റ് വൺ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റേഴ്സ് റേസ്ഡ് ബൈ 10,000. അപ്പം 3,000 എന്നുള്ളത് 4,000 ആയിട്ട് റേസ് ചെയ്ത് റിമൈനിങ് ഇസ് 21,000. നെക്സ്റ്റ് വൺ സ്റ്റോക്കിന്റെ വാല്യൂ 18,000 ആയിരുന്നു. അത് 10% റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പം ദ ന്യൂ വാല്യൂ വിൽ ബി 16,200. നെക്സ്റ്റ് വൺ ഫർണിച്ചറിന്റെ വാല്യൂ പഴയ ബാലൻസ് ഷീറ്റിൽ 30,000 ആണ്. അതും 5% ആയിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്, അതായത് 1,500. ന്യൂ വാല്യൂ ഇസ് 28,500. പിന്നെ മെഷീനറി, പഴയ ബാലൻസ് ഷീറ്റിൽ മെഷീനറി ഉണ്ട് 70,000. അത് സെയിം എമൗണ്ട് ആണ് വരാ, കാരണം വാല്യൂല് ഡിക്രീസോ ഇൻക്രീസോ പറഞ്ഞിട്ടില്ല. പിന്നെ ഗുഡ്വിൽ, പഴയ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്തു. സോ പുതിയ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ വരില്ല. നന്ദി. നെക്സ്റ്റ് ടു ദി ലയബിലിറ്റി സൈഡ്, ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ പഴയ ബാലൻസ് ഷീറ്റിൽ 46,000 ആണ്. അതിൽ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് ക്രെഡിറ്റേഴ്സ് വിൽ ബി റിട്ടേൺ ബാക്ക് ബൈ 6,000 റിട്ടേൺ ഓഫ് ചെയ്ത്, അതായത് ഇനി പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ന്യൂ വാല്യൂ ഇസ് 40,000. പിന്നെ ജനറൽ റിസർവ് 12,000, അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. സോ പുതിയ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് വരില്ല. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്, അതിന് മുന്നായിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ തേർഡ് വൺ, ദർ ഇസ് എൻ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിം ഓഫ് ഡാമേജസ്. ഔട്ട്സ്റ്റാൻഡിംഗ് ഡാമേജ് ക്ലെയിം ഒരു ലയബിലിറ്റി ആണ്. എമൗണ്ട് 1,100 ആണ്. സോ അത് പഴയ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ പുതിയ ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ലയബിലിറ്റി ആണ്, 1,100. ഇനി വേറൊന്നും ലയബിലിറ്റി സൈഡിലില്ല. ഇനി ക്യാപിറ്റൽ കാണിക്കാനുള്ളൂ. ക്യാപിറ്റൽ സൂരജ് ആൻഡ് കമൽ. സൂരജിന്റെ പുതിയ ക്യാപിറ്റൽ 78,450 ആണ്. കമലിൻ്റെത് 26,150. ഓക്കെ, ഇനി ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഈക്വൽ ആണെന്ന് നോക്കണം. വേറെ ഒന്നും റെക്കോർഡ് ചെയ്യാനില്ല. ബോത്ത് സൈഡ് ടോട്ടൽ വരുന്നത് 145,700. Both the sides are equal. So that's all.